ഹായ് എല്ലാവരും ഗുഡ് മോർണിംഗ്. ഇന്നലെ ചീര വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. 4 മണിക്ക് പോയിട്ട് വാടിയിട്ടൊന്നുമില്ല. ഇന്നലെ വാങ്ങിയതാണ് 5 മണിയാകുമ്പോൾ. ഇത് വെച്ചിട്ട് സിമ്പിളായൊരു കറി, ചീരക്കറി കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ചീര നന്നായി കഴുകി പുഴുവൊക്കെ നോക്കി വെച്ചാണ് കേട്ടോ. 2-3 പ്രാവശ്യം കഴുകി റെഡിയാക്കി വെച്ചതാണ്. ചീര വെച്ചിട്ടൊരു കറി, ചീരക്കറി തണ്ട് വേണ്ട, തണ്ട് വേണം. അപ്പോൾ ഒരു പിടി ചീരയുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ഓടുമ്പോൾ അങ്ങോട്ട് കിട്ടുന്നു. നാളെ സ്കൂളിൽ PT മീറ്റിംഗ് ഉണ്ട്. ചീരക്കറിക്ക് പരിപ്പ് കഴിക്കാൻ വെക്കാം കേട്ടോ. 1 ഗ്ലാസ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയെടുക്കാം കേട്ടോ. ചീരപ്പരിപ്പ് വളരെ സിമ്പിൾ കറി. കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു വിസിൽ വരട്ടെ. പരിപ്പ് വന്താ നോക്കാം. കറക്റ്റായിട്ട് വന്നു കേട്ടോ. ഒരു വിസിൽ ഇതോടെ ഇരിക്കട്ടെ. ചട്ടി അടുത്ത് വെച്ച് ചൂടാവട്ടെ. ചട്ടി അത് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 6-7 ചെറിയ ഉള്ളി ഇട്ടാണ്. മൂന്ന് വറ്റൽമുളക്. ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പരിപ്പിലിട്ടുണ്ട്. ഒന്നര ടീസ്പൂണ് മുളക് പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ചീര ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പിടി ചീരയാണത്. നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. വാടി വന്നു. കുറച്ച് നേരം അടച്ച് വെക്കും, വേകട്ടെ. ചീര വെന്താ നോക്കാം. ചീര വെന്തു കേട്ടോ നന്നായിട്ട്. നമ്മുടെ പരിപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. കറി തിളച്ചാൽ നോക്കാം. നന്നായി തിളച്ചു കിട്ടാൻ. സൂപ്പർ, നല്ല കുറുകിയ തേങ്ങയില്ലാത്ത കറി എളുപ്പത്തിൽ. നിങ്ങളിതുപോലെ ഉണ്ടാക്കുന്ന കമൻറ്റ് ചെയ്യട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ കറി കേട്ടോ. ഇതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. അടയുണ്ട, ഗോതമ്പട, തേങ്ങ, പച്ചമുളക്, സവാള, ഇഞ്ചിയൊക്കെ ഇട്ടതാണ്. ഇഞ്ചി ഇട്ടില്ല. ഇത് കറിയിലേക്ക് കഴിക്കാൻ പറ്റിയ അടയുണ്ട. വെള്ളം തൊട്ടിട്ട് പരത്തി കൊടുക്കുക. കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറാണ്.
അടിപൊളിയാണ്. നമുക്ക് രാവിലേക്ക് ഉണ്ടാക്കിയതാണ്. ഇത് രാവിലേക്ക് ഉണ്ടാക്കിയതാണ്. മുരിക്കട്ടെ, മറിച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ. മുരിഞ്ഞ് ഒരു സൈഡ് ചെറിയ തീയിലിട്ട് മുരിച്ചെടുക്കണം. എന്താ ഇരുമ്പിൻ്റെ കല്ലിൽ ചൂട് കൂടിയ കാരണം പെട്ടെന്ന് കരിഞ്ഞ് നിറം മാറിക്കണ്ട. ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. പടവലങ്ങ മെഴുക്കുവരട്ടി വയ്ക്കാൻ കേട്ടോ. ഒരു പടവലങ്ങ കൊണ്ടുവന്ന് 2 ദിവസമായി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയും കേട്ടോ. ഞാൻ ഉള്ളി മുളകും ചതച്ചതാണ് കേട്ടോ. ചെറിയ ഉള്ളി, ഫ്രഷ് കറിവേപ്പില, ഉള്ളി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പടവലങ്ങ ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കാം. നല്ല വേഗം ചെറിയ ചൂടാക്കിയിട്ട് വേഗം അടുത്ത വെച്ച് വേഗം വേട്ടനെ വീടിയെടുക്കും. മെഴുക്കുവരട്ടി റെഡിയായിട്ടാ. സൂപ്പറായി. ചെറിയ പടവലങ്ങ ഉണ്ടായിരുന്നു. ഒരു ചെറിയ പടവലങ്ങ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുള്ളൂ. ഇത് മതി. ഒന്ന് ചീരക്കറി മാത്രം കൂട്ടിയിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് വൈകി. ഇന്ന് വൈകി. അവൾക്ക് മെഴുക്ക് വെച്ചാകെ നേരമില്ല. ഞങ്ങൾ ചീര കണ്ടപ്പോൾ ചീര മതി പറഞ്ഞിട്ട് ഓടി. വിറക് അടുപ്പിൻ്റെ മുകളിൽ വെക്കണം കേട്ടോ. ചോറ് വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് കത്തണമെങ്കിൽ ചൂട് പിടിക്കണം. നല്ല പണമുള്ള വിറകാണ്. പച്ചയാണ്. പച്ചയൊക്കെ പച്ച പറഞ്ഞാൽ ഒരു വിധം ഉണങ്ങിയിട്ടോ. നല്ലോണം ഉണങ്ങിയില്ല. അന്നത്തെ റബ്ബറിൻ്റെ വിറക് വേഗം കരിക്കുള്ളൂ. കത്തുള്ളൂ. കത്തി പിടിച്ചാലോ ആളി പിടിക്കുന്നുണ്ട് അല്ലേ? പണ്ടത്തെ അമ്മമാരാണ് ഇങ്ങനെ. അതെ, വെച്ച് കഴിഞ്ഞാൽ കയ്യോടെ വിറക് വയ്ക്കും. ഞങ്ങളുടെ അവിടെ എപ്പോഴും വെക്കും കേട്ടോ. എൻ്റെ അമ്മയൊക്കെ എപ്പോഴും വെക്കും. ഞാനും വെക്കും. എല്ലാവരും വെക്കും. എൻ്റെ ചേച്ചി എല്ലാവരും ഒക്കെ വെക്കും. വെറുതെ വേണ്ടല്ലോ. ഇതൊക്കെ അപൂർവമായില്ലേ ഗ്യാസിൽ. എന്താ പൂപ്പല് പോലെ പൂപ്പലായി വിറക് നനഞ്ഞിട്ടേ. നാളെ എടുത്തോളൂ. ഇനി അടുപ്പ് കത്തിക്കില്ല കേട്ടോ. രാവിലെ മാത്രം കത്തിക്കോളൂ. ചോറിന് കേട്ടോ ഞങ്ങൾ നേട്ടനൊന്നും പണിയില്ല. ഇന്നും ഇന്നലെയൊന്നും പണിയില്ല കേട്ടോ. ഞങ്ങൾ സാധാരണ സിമ്പിൾ ചീരക്കറി ഇതുപോലെ വെക്കാത്തതെന്ന് വെച്ച് നോക്കട്ടോ. നമുക്ക് ഇതൊക്കെ ഉള്ളൂ സ്പെഷ്യൽ. ചീരക്കറി എങ്ങനെയുണ്ട്? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ.